സന്നിധി തന്നിൽ നായക. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം വീണ്ടും ഈ പകൽക്കാലം നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഒരുക്കിയതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോടൊപ്പം ഞാൻ ആയിരിക്കുമ്പോൾ ഒരു വേദശകലമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. പിന്മഴ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം. വെളിപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഇപ്രകാരം കാണുന്നു: മേഘത്തിൽ മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. മേഘത്തിൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. നമുക്കറിയാം, കൊയ്ത്ത്, കൃഷി എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ വളരെ സമർത്ഥമായി നടന്നതായ ഒരു പ്രക്രിയയാണ്. എന്നാൽ ഇന്ന് നമുക്ക് കൊയ്ത്തോ കൃഷിയോ ഒന്നും ഇന്നത്തെ തലമുറയിൽ കാണുവാനില്ല. എന്നാൽ ഇവിടെ ചില കൃഷിയുമായി ബന്ധപ്പെട്ടാണ് മഴ നമുക്ക് ലഭിക്കുന്നതൊക്കെ അറിയാം. ആ കൃഷിക്ക് മുന്നോടിയായും പിന്നോടിയായും മഴകൾ ലഭിക്കും. അത് കണക്കാക്കിയാണ് ഒരു കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ കൃഷികൾ ഇറക്കിക്കൊണ്ടിരുന്നത്. നമുക്കിത് വേദശകലം പറയുന്ന പിന്മഴയെ പറ്റിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമാണ് പിന്മഴയെന്നും മുൻമഴയെന്നും രണ്ട് മഴയെപ്പറ്റി കാണുവാനിടയുന്നത്. മറ്റൊരു സ്ഥലത്തൊക്കെ മഴയെന്ന് മാത്രമേ നമുക്ക് കേട്ടിട്ടുള്ളൂ. എന്നാൽ പിന്മഴയും മുൻമഴയെന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകം മാത്രമേ പ്രതിപാദിക്കുന്നുള്ളത് കാണുവാൻ കഴിയുന്നത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിൽ നിന്ന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് മുൻമഴയും പിന്മഴയും കാണുവാൻ കഴിയും. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് യോവേൽ പ്രവാചകന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്: സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവിനായി നിങ്ങൾക്ക് മുൻമഴയും തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും വർഷം ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മുൻമഴയും പിന്മഴയാണ്. ഒരുപക്ഷെ പാലസ്തീൻ നാടുകളിൽ കണ്ടുവന്നതായ ഒരു കൃഷിയാണ് ഗോതമ്പ് കൃഷി. ആ ഗോതമ്പ് കൃഷി ഇറക്കുന്നതിന് മുമ്പായി ഒരു മഴ അവർക്ക് ലഭിക്കും. എന്നാൽ അവർ കൃഷി അവസാനിക്കുക, അതിൻ്റെ കൊയ്ത്ത് കാലം എത്തുമ്പോൾ അതിന് മുമ്പായി ഒരു മഴ ലഭിക്കും. ആദ്യത്തെ മഴ അവർ മുൻമഴയായിട്ട് കൂട്ടുന്നു, മറ്റതിനെ പിന്മഴയായിട്ട് കൂട്ടുന്നു. ആ മുൻമഴയ്ക്ക് ശേഷം കൃഷി ഇറക്കുകയും പിന്മഴയ്ക്ക് ശേഷം അല്ലെങ്കിൽ കൊയ്ത്ത് നടക്കുന്നതായ ഒരു പ്രക്രിയയാണ് പാലസ്തീൻ നാടുകളിലൊക്കെ കണ്ടുവന്നിരുന്നത്. അപ്രകാരം ഇവിടെ നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ഒരു മുൻമഴയും പിന്മഴയും ഉണ്ട്. എന്താണ് മുൻമഴയെന്ന് നോക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ തുടക്കമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം കാണിക്കുന്നത്. നമ്മൾ ഒരു വിശ്വാസ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഒരു മുൻമഴ ഉണ്ട്. എന്നാൽ അത് മാത്രം പോരാ. ആ മുൻമഴ ഒരു ഒരുക്കമാണ്, ഒരു തയ്യാറെടുപ്പാണ്. നമ്മൾ ആ വിശ്വാസത്തിൽ വേരൂന്നി നിൽക്കുവാനാണ്. എന്നാൽ അത് മാത്രം പോരാ. ആ വിശ്വാസത്തിൽ നമ്മൾ ശക്തിയോടെ നിൽക്കണമെങ്കിൽ അത് പിന്മഴ വേണം. എന്താണ് പിന്മഴ എന്ന് നോക്കുമ്പോൾ അവസാനത്തിൽ ദൈവം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പിന്മഴ. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നമ്മൾ ഒരു കാലത്തും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വിശ്വാസ സമൂഹത്തിലോ സഭയുടെ ഉറച്ചു നിൽക്കാൻ പറ്റൂല. നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടപെടുമ്പോഴൊക്കെയും നമുക്ക് ദൈവത്തിൻ്റെ കൃപ, ആ പരിശുദ്ധ ശക്തി അത്യന്താപേക്ഷിതമാണ്. ആ പിന്മഴയ്ക്കാണ് നാം ഓരോരുത്തരും കാത്തിരിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും പിന്മഴയുടെ അനുഭവത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മീയ ഗോളത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ സഭയും അപ്രകാരം തന്നെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആർക്കെങ്കിലും പിന്മഴയുടെ അനുഭവം ഇന്ന് ഈ പാൽക്കാലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊരു നല്ല പിന്മഴയുടെ അനുഭവത്തിലായിരിക്കാം. ദൈവം തരുന്ന ആ പരിശുദ്ധ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും ബലപ്പെട്ട് ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ ഓരോരുത്തരാകാം എന്ന പ്രത്യാശയിൽ കൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ,
അനുഗ്രഹപ്പെട്ട ഈ പകൽക്കാലത്തിനായി നന്ദിയോട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ കേട്ടതായ തിരുവചനം കർത്താവെ, 2 മഴ ഞങ്ങൾക്ക് അവിടെ തന്നു, മുൻമഴയും പിന്മഴയും. അവിടുത്തെ പരിശുദ്ധ ശക്തിയായ പിന്മഴയിൽ കൂടി കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവെ. ഞങ്ങൾ അവിടുത്തെ ശക്തിയാൽ ഈ ലോകത്തിൻ്റെ അറ്റത്തോളം ചെന്ന് അവിടുത്തെ സാക്ഷികളാകാൻ ഞങ്ങളെ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾവിക്കാരായി ഇത് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയ മക്കളോടും കൂടി ഇടപെടണം. അവരുടെ മേൽ അവിടുത്തെ പിന്മഴയെ ചൊരിയണം. പരിശുദ്ധ ശക്തിയാൽ അവരുടെ മേൽ നിറച്ച് കർത്താവെ, അവരെല്ലാവരും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ദൈവവേലയുടെ ഭാഗമായി നിൽക്കുവാനും കർത്താവെ ഈ പാൽക്കാലം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒന്നുകൂടി അടിയങ്ങളെല്ലാവരും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ യാചന കൈക്കൊള്ളണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുന്ന കൃപയോട് പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ എന്നുള്ള പിതാവേ, ആമേൻ.